നമസ്കാരം. ഉള്ളത് പറയാം. ശബരിമലയിൽ നടന്നത് തീവെട്ടിക്കൊള്ള എന്ന കാര്യത്തിൽ സംശയമില്ല. ഇനി അറിയേണ്ടത് എവിടെ വരെ അന്വേഷണം പോകുമെന്നാണ്. ശബരിമലയുടെ കാര്യത്തിൽ ഇടപെടുന്ന എല്ലാവർക്കും സ്വർണം പോയ കാര്യം അറിയാവുന്നതാണ്. അത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡായാലും തന്ത്രിയായാലും മന്ത്രിയായാലും കൈപ്പടയും ഒപ്പും ഉത്തരവുകളും നോക്കിയാണെങ്കിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റിൽ നിൽക്കും. അതിനുമപ്പുറം വാക്കാൽ നിർദ്ദേശങ്ങളും ഞാനൊന്നും അറിഞ്ഞില്ലേ എന്ന് ഭാവിക്കുന്നവരും അയ്യപ്പന്റെ പേരിൽ തട്ടിപ്പ് നടത്തിയവർ തന്നെയാണ്. ശബരിമലയിൽ നിന്ന് അങ്ങനെ ഒരു മോഷണം നടത്തി ആർക്കും രക്ഷപ്പെട്ടു പോകാൻ കഴിയില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർ എങ്ങനെ നമ്മുടെ പല ആൾക്കാരുടെയും ഗുഡ് ബുക്കിൽ വരുന്നു എന്നുള്ളതിനെ സംബന്ധിച്ചും തിരിച്ചറിയാൻ വയ്യാത്ത കാര്യം. എൻ്റെ ഭരണകാലത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ദൈവതുല്യം കാണുന്ന പലരും ഇതിനകത്തുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? ഒരു പ്രസിഡന്റ് വിചാരിച്ചാലൊന്നും ശബരിമലയിൽ നിന്ന് സ്വർണ്ണമൊന്നും അടിച്ചു മാറ്റാൻ ഒക്കത്തില്ല എന്നുള്ളത് എല്ലാവർക്കും നാട്ടുകാർക്കും അറിയാവുന്ന കാര്യമാണ്. അവിടെ നിന്ന് കലങ്ങി തെളിയാനുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. ഞാനിപ്പോൾ 1.5 കിലോയുടെ കണക്ക് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന ഒരാൾക്ക് എങ്ങനെ പറയാൻ പറ്റും? ഇതൊക്കെ തിരുവാഭരണം കമ്മീഷനല്ലേ അതൊക്കെ നോക്കണം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിന്റെ അറസ്റ്റ് സ്വർണ്ണക്കൊള്ളയിൽ അതിപ്രധാനമാണ്. എന്താണ് യഥാർത്ഥത്തിൽ സന്നിധാനത്ത് സംഭവിച്ചതെന്ന് അറിയാവുന്നവരിൽ പ്രധാന ആൾ പത്മകുമാറാണ്. പത്മകുമാർ പ്രസിഡന്റായ ശേഷമാണ് ശ്രീകോവിലിലെ സ്വർണ്ണപ്പാളികളുടെ അറ്റകുറ്റപ്പണി നടന്നത്. തനി തങ്കം എന്ന കാര്യം സൗകര്യപൂർവ്വം മറച്ചുവെച്ച് സ്വർണം പൂശാൻ കൊടുത്തുവിട്ടത് പത്മകുമാറിന്റെ സമയത്താണ്. ഉദ്യോഗസ്ഥർ പറഞ്ഞതിൽ ഒപ്പുവെച്ചു എന്നൊന്നും പറയാൻ കഴിയില്ല. സ്വർണ്ണമോഷണമല്ല സംഭവിച്ചത്. ഇനി ഒരിക്കലും 1998 പൊതിഞ്ഞ സ്വർണത്തിന്റെ അളവിനെക്കുറിച്ച് ചോദ്യമുണ്ടാകാൻ പാടില്ല എന്ന മുൻകരുതലിൽ വൻ ഗൂഢാലോചനയാണ്. അല്ലെന്ന് വിശ്വസിക്കാൻ ഒന്നുമില്ല. നമ്മുടെ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നതായിട്ടുള്ള 5 ദേവസ്വം ബോർഡുകളും സ്വതന്ത്രമായ പ്രവർത്തനമാണ് നടത്തുന്നത്. ദേവസ്വം ബോർഡുകൾക്ക് ദേവസ്വം വകുപ്പ് മന്ത്രി എന്നുള്ള നിലയിലോ മന്ത്രാലയത്തിലോ ഏതെങ്കിലും തരത്തിൽ ഒരു ഫയൽ അയക്കേണ്ട കാര്യമില്ല. ദേവസ്വം ബോർഡ് എടുത്തിട്ടുള്ള ഒരു തീരുമാനവും ഗവൺമെൻറ്റിൻ്റെ അറിവോടെയല്ല, ഗവൺമെൻറ്റിന് താല്പര്യമുള്ള വിഷയമല്ല. അത് ഭക്തരും അതുപോലെ തന്നെ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ മാത്രമാണ്. സന്നിധാനത്തെ സ്വർണം പോയതിൽ എതിർ ന്യായീകരണം നിരത്താൻ ആർക്കും സാധിക്കുന്നില്ല. ഇത് ഈ തട്ടിപ്പിന്റെ വലുപ്പം കാണിക്കുന്നതാണ്. ആദ്യമൊക്കെ തനി തങ്കത്തിന്റെ കാര്യം മറച്ചുവെച്ച് യഥാർത്ഥ സ്വർണം ആയിരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അത് കറുത്തുപോയതാണ്, ഭക്തർ പിടിച്ചപ്പോൾ തെളിമ പോയതാണ് എന്നൊക്കെ പറഞ്ഞ് CPM ക്യാപ്സ്യൂൾ ഇറക്കി നോക്കിയതാണ്. പക്ഷേ കോടതി ഉത്തരവുകൾ, വിജിലൻസ് അന്വേഷണം, പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തലുകൾ ഇതൊക്കെ ആ ക്യാപ്സ്യൂളുകളെ നിർവീര്യമാക്കി. ഞങ്ങൾക്കൊന്നും മറക്കേണ്ട ഒരു കാര്യമില്ല. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ശബരിമല കേസ് വന്ന 1ാമത്തെ ദിവസം പ്രതികരിച്ചാളാണ് ഞാൻ. അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ശബരിമലയിൽ അതിൻ്റെ ഭാഗമായിട്ട് ശബരിമല ശാസ്താവിന് അല്ലെങ്കിൽ ശബരിമല അയ്യപ്പന് ഒരു തരി സ്വർണം നഷ്ടപ്പെടാൻ പാടില്ല. അന്നും ഇന്നും ഞങ്ങളുടെ നിലപാടതാണ്. ആ കാര്യം മുഴുവൻ അന്വേഷിച്ച് ആരാണോ ഉത്തരവാദി അവരെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരണം. അതിനുശേഷം ഞാൻ പറഞ്ഞു, ആരാണോ ഉത്തരവാദി എന്നതിൻ്റെ അകത്ത് ആരവുമാവാം. അതുകൊണ്ടാണ് ഞാൻ ഉറപ്പിച്ച് പറഞ്ഞത്, ആരായാലും അവരെ സംരക്ഷിക്കുന്ന ഉത്തരവാദിത്വം CPIM ഏറ്റെടുക്കില്ല. ആവശ്യമായ നിലപാടുകളും നടപടിയും ഞങ്ങൾ സ്വീകരിക്കും. പാർട്ടി അങ്ങനെയാണ് പറഞ്ഞത്, ഗവൺമെൻറ്റും ആ നിലപാട് തന്നെയാണ് സ്വീകരിച്ചത്. അത് തന്നെയാണ് ഇപ്പോൾ ഉറച്ചു നിൽക്കുന്നത്. ദേവസ്വത്തിൻ്റെ സ്വത്ത്, ശബരിമലയുടെ സ്വത്ത് ആര് അപഹരിക്കാൻ ശ്രമിച്ചാൽ അവർ കുറ്റക്കാരാണ്. ആ കുറ്റക്കാരെ ശിക്ഷിക്കണം. ശിക്ഷിക്കുവാൻ വേണ്ടി LDFും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും CPM നിലകൊള്ളുമെന്ന് ആ നിലപാട് CPI വ്യക്തമാക്കുന്നു. CPM ആ നിലപാട് ആദ്യം മുതലേ പറയുന്നുണ്ട്. ഇതെല്ലാം ആശയക്കുഴപ്പമില്ല. ആറ് തന്നെ ആയാലും, X ആകട്ടെ Y ആകട്ടെ, ദൈവത്തിന്റെ സ്വത്ത് അപഹരിക്കുന്നവർ ആരായാലും കള്ളന്മാരാണ്. അറസ്റ്റ് ചെയ്തു, ചോദ്യം ചെയ്തു, മൊഴിയെടുക്കുന്നു, ഇതുവരെയും കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട്. അത് ഞങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ. ശബരിമല കേസ്
സ്വർണ്ണപ്പാളിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കേസിൽ ഉപ്പ് തിന്നവൻ വെള്ളം കൊടുക്കും. അത് ആരായിരുന്നാലും ശരി. അതിന് ഗവൺമെന്റ് മുഖ്യമന്ത്രി ശബരിമല ശാസ്താവിനോടൊപ്പമാണ്, അയ്യപ്പനോടൊപ്പം. അത് ആരായിരുന്നാലും അതിന് കുറ്റക്കാർ ശിക്ഷിക്കപ്പെടുന്ന കാര്യത്തിൽ യാതൊരു തർക്കവും. അതിനിപ്പം മാധ്യമ സുഹൃത്തുക്കളുടെ ഓരോന്ന് പറയുന്ന പോലെ ആ സമയത്തിനുള്ള ടൈം ബാർ വെച്ച് നമുക്കൊരു കാര്യം തീരുമാനിക്കാൻ പറ്റും ഗവൺമെന്റ്. ഇപ്പോൾ ന്യായീകരണം കേൾക്കാനേ ഇല്ല. അതിനു പകരം തന്ത്രിയിലേക്ക് കുറ്റം വഴിതിരിച്ചു വിടുകയാണ്. തന്ത്രി അറിഞ്ഞില്ല എന്ന് പറയാനാകില്ല, അത് വാസ്തവവുമാണ്. മാത്രമല്ല 1998 സ്വർണം പൊതിഞ്ഞ വിവരം ദൃക്സാക്ഷി എന്ന രീതിയിൽ അറിയുന്നതും തന്ത്രിക്കാണ്. ദേവഹിതമനുസരിച്ച് അറ്റകുറ്റപ്പണിയാകാം എന്ന് പറഞ്ഞതേ ഉള്ളൂ എന്ന് തന്ത്രി കുടുംബം ന്യായീകരിക്കുമ്പോഴും അത് കണ്ണടച്ച് വിശ്വസിക്കാൻ കഴിയുന്നതല്ല. സന്നിധാനത്ത് നിന്ന് അമൂല്യ വസ്തുക്കൾ പുറത്തു കൊണ്ടുപോകാൻ പാടില്ല എന്ന് തന്ത്രിക്ക് അറിയാവുന്നതല്ലേ? സ്വർണം മങ്ങിപ്പോയി എന്ന് ഉദ്യോഗസ്ഥരും ദേവസ്വം ബോർഡും പറയുമ്പോൾ തനി തങ്കമായിരുന്നല്ലോ എന്ന് മറിച്ചൊരു ചോദ്യം തന്ത്രിയിൽ നിന്ന് ഉണ്ടായില്ലേ? സ്വർണം ചെമ്പെന്ന് രേഖപ്പെടുത്തിയ ദേവസ്വം ബോർഡ് ഉത്തരവ് തന്ത്രി അറിഞ്ഞില്ലെന്ന് കരുതിയാലും സന്നിധാനത്ത് നിന്ന് കൊണ്ടുപോയപ്പോൾ മഹസറിൽ തന്ത്രിയും ഒപ്പിട്ടതല്ലേ? തീരുമാനം ഒന്നും എടുത്തിട്ടില്ല, എല്ലാം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. ശരി തന്നെ. അങ്ങനെയെങ്കിൽ വിശ്വാസികളോടെങ്കിലും തന്ത്രി പറയണം നടന്നത് ശരിയോ തെറ്റോ എന്ന്. ദേവഹിതം ഇതായിരുന്നോ എന്ന്. അതിന് അന്വേഷണം ഒരു തടസ്സമേ അല്ല. SIT കണ്ടു. അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിശദവിവരങ്ങളൊന്നും തരാൻ പറ്റത്തില്ല, എനിക്ക് നിയന്ത്രണങ്ങളുണ്ട്. താന്ത്രിക വിധി പ്രകാരമുള്ള കാര്യം മാത്രമല്ല നമ്മൾ ശബരിമല ചെയ്തിട്ടുള്ളൂ. പിന്നല്ല, അത്രേ ഉള്ളൂ. അതിന് കൂടുതലൊന്നുമില്ല. കൊടുക്കുക എന്നുള്ള ഒറ്റ ഉത്തരവാദിത്തമേ ഉള്ളൂ. സ്ഥാവര ജംഗമ സ്വത്തുക്കളൊക്കെ ദേവസ്വം ബോർഡിന്റെ കസ്റ്റോഡിയനാണ്. അല്ല, നമുക്ക് അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഉണ്ണികൃഷ്ണൻ പറ്റി അവിടെ വർക്ക് ചെയ്ത ആളല്ലേ, എനിക്കറിയായിരിക്കും. ഞാനല്ല കൊണ്ടുവന്നത്. അതൊക്കെ SIT അടുത്ത് പറഞ്ഞിട്ടുണ്ടാവുന്നു. എനിക്ക് നിങ്ങളടുത്ത് പറയാൻ ഒക്കത്തില്ല. അത് ഞാനെങ്ങനെ അറിയാനാ? ദൈവതുല്യന എത്രയോ പേരുണ്ട്. N വാസു അറസ്റ്റിലായപ്പോൾ CPM പ്രതിരോധത്തിലായില്ല, വാസുവിനൊപ്പം എന്ന നിലപാട് എടുത്തതുമില്ല. എന്നാൽ പത്മകുമാർ അറസ്റ്റിലായപ്പോൾ കളി മാറി. CPM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗം, പാർട്ടിയുടെ മുൻ MLA. തള്ളിപ്പറഞ്ഞാൽ അന്വേഷണ സംഘത്തിൻ്റെ ഇതുവരെയുള്ള കണ്ടെത്തൽ ശരിയെന്ന് സമ്മതിക്കേണ്ടി വരും. അതുകൊണ്ട് അറസ്റ്റിലായതെന്ന് വെച്ച് കുറ്റക്കാരനല്ലല്ലോ എന്ന അഴകുഴമ്പൻ നിലപാട്. പക്ഷേ ഒരു കൃത്യമായ ബന്ധു ശരിയാവണം. പകുതി വേണ്ട. ആരുടെയെങ്കിലും പത്രത്തിലെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയിട്ട് നടപടിയെടുക്കുന്ന പാർട്ടിയല്ല CPIM. ഞങ്ങൾ നടപടിയെടുക്കും, ആവശ്യമായ നടപടി സ്വീകരിക്കും. ഒരു സംശയവും വേണ്ട. വരട്ടെ, എല്ലാ വിവരങ്ങളും വരട്ടെ. വന്നാൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം CPIMൻ്റെ ഒരു പാർട്ടി മെമ്പർ ഉൾപ്പെടെയുള്ള ഒരാളെയും ഞങ്ങളതിൽ നിന്ന് സംരക്ഷിക്കൂല, ആരായാലും. തന്ത്രിമാരെ മൊഴിയെടുക്കുന്നതിന് മുമ്പ് കടകംപള്ളി സുരേന്ദ്രനെയാണ് അറസ്റ്റ് ചെയ്യേണ്ടത്. കാരണം തന്ത്രിമാരെ മൊഴിയെടുക്കുന്നതിന് ഞങ്ങളാരും എതിരല്ല. പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റിയും പത്മകുമാറും പറഞ്ഞ കടകംപള്ളി സുരേന്ദ്രനെയും പ്രശാന്തിനെയും എന്താ അറസ്റ്റ് ചെയ്യാത്തത്? അതുകൊണ്ട് തന്ത്രിമാരുടെ മൊഴിയെടുക്കുന്നതിന് മുമ്പ് കടകംപള്ളി സുരേന്ദ്രനെയും പ്രശാന്തിനെയും ഒക്കെ അറസ്റ്റ് ചെയ്തിട്ട് വേണം മറ്റു നടപടികളിലേക്ക് പോകാൻ. ആദ്യം അറസ്റ്റ് ചെയ്ത പോറ്റിയും മുരാരി ബാബുവും കടകംപള്ളി സുരേന്ദ്രന്റെയും പ്രശാന്തിന്റെയും എല്ലാം കൃത്യമായിട്ടുള്ള പങ്കാളിത്തം ഈ കേസിൽ മൊഴിയായി നൽകിയിട്ടുണ്ട്. എന്താ അവരടുത്തേക്ക് പോകാത്തത്? അവരടുത്തേക്ക് ആദ്യം പോകണം. പത്മകുമാർ പിണറായി വിജയന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനല്ലേ, പിന്നെ എങ്ങനെ പുറത്താക്കും? സംഘടിതമായ കുറ്റകൃത്യമാണ്. ക്ഷേത്രങ്ങൾ തകർക്കാനും അവിടുത്തെ സമ്പത്ത് കൊള്ളയടിക്കാനും പാർട്ടി തലത്തിലെടുത്ത തീരുമാനമാണിത്. അതാണ് ശബരിമല സമരകാലത്ത് നമ്മൾ കണ്ടത്. അതിന്റെ ഭാഗമായിട്ട് തന്നെയുള്ള കൊള്ളയാണ് നടന്നിരിക്കുന്നത്. ആ കാലത്ത് തന്നെയാണ് ഈ കൊള്ള നടന്നിരിക്കുന്നത്. സ്വർണം കട്ടതിന്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല. കട്ടവൻ പുറത്തു വരണം. തന്ത്രി കുറ്റം ചെയ്തതൊന്നും ഞങ്ങളാരും വിശ്വസിക്കുന്നില്ല. അങ്ങനെ കുറ്റം ചെയ്യുന്ന തന്ത്രിമാരൊന്നും ശബരിമലയിൽ ഉള്ളതായിട്ട് ഒരു കംപ്ലൈൻറ്റും ആരും വന്നിട്ടില്ല. തന്ത്രിമാരെ മറ്റേ സംശയത്തിനെ നിഴൽ നിർത്തി യഥാർത്ഥ കള്ളന്മാർ തന്ത്രി പോലും അറിയാണ്ടാണ് സ്വർണം അടിച്ചുകൊണ്ട് പോയിട്ടുള്ളത്. പത്മകുമാറും വാസുവിനെയും അറസ്റ്റ് ചെയ്തു. അവരുടെ അടുത്തേക്ക് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അയച്ചത് ആരാണ് എന്ന് അവർ മൊഴി കൊടുത്തിട്ടുണ്ട്. പിന്നെ ശ്രീ കടകംപള്ളി സുരേന്ദ്രനും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള ബന്ധത്തിന്റെ തെളിവുകൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. ഇപ്പൊ ഇവർ മൊഴിയും കൊടുത്തിട്ടുണ്ട്. അവരുടെ അടുത്തേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി അയച്ചത് ദേവസ്വം മന്ത്രിയാണ്. ഇതൊക്കെ കണക്റ്റഡാണ്. അപ്പൊ ഈ ജയിലിലേക്കുള്ള ഘോഷയാത്ര തുടങ്ങിയിട്ടല്ലോ. ഇനിയും ഒരുപാട് ആളുകൾ ആ ഘോഷയാത്രയിൽ പങ്കുചെയ്തു. CPM ആസ് എ പാർട്ടി ഈ ക്രിമിനൽ ഗൂഢാലോചനയിലുണ്ട്. വിശ്വാസികളുടെ എതിരെ ഈ ദ്രോഹവും
ഈ 4.5 കിലോ സ്വർണ്ണ കൊള്ളയും ഇതെല്ലാം ചെയ്തത് ഒരു പോറ്റിയൊന്നുമല്ല. ഇതിൻ്റെ പിന്നിൽ ഒരു നല്ലൊരു പൊളിറ്റിക്കൽ, ഒരു രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട്. അത് ചെയ്തത് ആരാണെന്ന് അന്വേഷിക്കണമെന്ന് ആദ്യം മുതൽ ഞങ്ങൾ പറയാമെന്ന്. ഇതൊരു സെൻട്രൽ ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസി അന്വേഷിക്കണം. 30 കൊല്ലത്തിൻ്റെ ഓഡിറ്റ് റിപ്പോർട്ടും വിജിലൻസ് റിപ്പോർട്ട് പുറത്ത് ആക്കണം. ഇവിടുത്തെ ദേവസ്വം മന്ത്രി രാജിവെക്കണം എന്ന് ഞങ്ങൾ ആദ്യ ദിവസം മുതൽ പറയുന്ന കാര്യമാണ്. ഇവരത് തള്ളി ഒളിച്ചു വയ്ക്കാൻ ശ്രമിക്കുമ്പോൾ അത് ഇനി നടക്കില്ല എന്ന് ഞങ്ങൾ അന്ന് കൃത്യമായി പറഞ്ഞു. ഇന്ന് അതാണ് എല്ലാവരും കാണുന്നത്. തീരുമാനമൊന്നും എടുക്കാത്തതിനാൽ തന്ത്രിക്ക് ആനുകൂല്യം നൽകുന്നത് പോലെയുള്ള വിടുതലേ മന്ത്രിയായിരുന്ന കടകംപള്ളിക്കും നൽകാനാവൂ. ദേവസ്വം ബോർഡിന് മേൽ സർക്കാരിന് ഒരു നിയന്ത്രണവുമില്ല എന്ന് പറഞ്ഞ് കൈ കഴുകുന്നതൊക്കെ വിശ്വസിക്കണമെങ്കിൽ CPM ന്യായീകരണങ്ങൾ അപ്പാടെ വിഴുങ്ങുന്നവർ ആയിരിക്കണം. 2 CPMന്റെ പ്രധാന നേതാക്കൾ കൈവിലങ്ങിട്ട് ജയിലിൽ പോവുകയാണ്. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ടാണ് മൗനം പാലിക്കുന്നത്? ആ മൗനം ദുരൂഹമാണ്. പാർട്ടി ഇത് കോടതിയുടെ മേൽനോട്ടത്തിലല്ലായിരുന്നുവെങ്കിൽ എന്ത് സംഭവിക്കും? കഴിഞ്ഞ സ്വർണ്ണക്കള്ളക്കടത്ത് പോലെ ഇത് ആവിയായി പോയനെ. ഇതങ്ങനെ ആവിയായി പോകാതിരിക്കുന്ന ഹൈക്കോടതിയുടെ നിരീക്ഷണമുള്ളത് കൊണ്ടാണ്. ഈ കാര്യത്തിൽ എന്തുകൊണ്ടാ ഇപ്പോൾ പാർട്ടി സെക്രട്ടറി ഇവർ ആരോപിതർ മാത്രമാണ്, ഇവർ കുറ്റം ചെയ്തതായിട്ട് കോടതി കണ്ടെത്തട്ടെ, ഇതിനു മുൻപുള്ള കാര്യങ്ങളിൽ എന്തുകൊണ്ടാണ് കോടതിയുടെ ഈ തരത്തിലുള്ള ഒരു വിധിയെഴുത്തിന് വേണ്ടി കാത്തു നിൽക്കുകയോ വിധിയെഴുത്തിന് വേണ്ടി തയ്യാറാവുകയോ ചെയ്യാതിരുന്നത്? അതിനർത്ഥം ഈ സംഭവത്തിൽ എന്തൊക്കെയോ ഒളിച്ചുകളികൾ, ആരെയൊക്കെയോ സംരക്ഷിക്കാനുള്ള ഒരു ശ്രമം, ആ ശ്രമം ഇതിൻ്റെ പിന്നിൽ ഉണ്ട് എന്നുള്ളത് യാതൊരു സംശയമില്ലാതെ വ്യക്തമാണ്. ആ സ്വർണ്ണമോഷണ കേസിലെ മുഴുവൻ പ്രതികളെയും ഇതുവരെ പോലീസ് കണ്ടെത്തിയിട്ടില്ല, അറസ്റ്റ് ചെയ്തിട്ടില്ല. നഷ്ടപ്പെട്ട സ്വർണം എത്രയെന്ന് ഇതുവരെ തിട്ടപ്പെടുത്തിയിട്ടില്ല. കോടതിയുടെ ഇടപെടലുണ്ടായിട്ട് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിട്ട് പോലും നഷ്ടപ്പെട്ട സ്വർണം കണ്ടെത്താനോ പ്രമുഖരായിട്ടുള്ള പ്രതികളിലേക്ക് ഇനിയും എത്താനോ കഴിഞ്ഞിട്ടില്ല. പിടിക്കപ്പെട്ട പ്രതികളിൽ CPMന്റെ ഉന്നത നേതാക്കന്മാരുണ്ട്. ജയിലിൽ കഴിയുന്ന CPM നേതാക്കന്മാരെ ഇപ്പോഴും പാർട്ടിയും ഗവൺമെന്റും സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അയ്യപ്പന്റെ ശ്രീകോവിലെ സ്വർണം മോഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ, നേരിട്ട് ശ്രീകോവിലിനെ തൊട്ട് കളിക്കുക എന്ന് പറഞ്ഞാൽ അത് ഏത് കാലത്ത് നടന്നിട്ടുണ്ട്? സർക്കാരിന്റെ ഒത്താശയില്ലാതെ നടക്കൂ? ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ തീരുമാനിക്കുന്നത് ആരാണ്? പാർട്ടി സെക്രട്ടേറിയറ്റ് അല്ലേ? അവരറിയാതെ അല്ലേ അനേകോ? ഹൈക്കോടതി ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇപ്പോഴും സ്വർണം ചമ്പാക്കിക്കൊണ്ട് ശബരിമലയിലെ അയ്യപ്പന്റെ സ്വത്ത് മോഷ്ടിക്കുന്ന പ്രവൃത്തി തുടരുമായിരുന്നില്ലേ? കേരളത്തിലെ CPM അണികൾ ആലോചിക്കേണ്ട കാര്യമാണിത്. ശബരിമല അയ്യപ്പന്റെ സ്വത്ത് കട്ട് ജയിലിൽ പോകുന്ന പാർട്ടി നേതാക്കന്മാർ അഴിമതി നടത്തി ജയിലിൽ പോയിട്ടുണ്ട്, മറ്റു കേസുകൾ പോലും ജയിലിൽ പോയിട്ടുണ്ട്. പക്ഷെ ദൈവത്തിന്റെ സ്വർണം കെട്ട് ജയിലിൽ പോയ പാർട്ടി നേതാക്കന്മാർ ചിത്രമെടുത്താൽ അതിന്റെ റെക്കോർഡ് തകർക്കാൻ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് കഴിയില്ല എന്നുള്ളതാണ് കേരളത്തിലെ ഇപ്പോഴത്തെ സ്ഥിതി. അത് നിങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ട റെക്കോർഡായിട്ട് മാറി. സർക്കാർ അവിടെ ഈ കവർച്ചയ്ക്ക് കൂട്ടുനിൽക്കുകയായിരുന്നില്ലേ? ഇനി ഓരോ ദിവസവും കാത്തിരിക്കാം. അയ്യപ്പന് പോലും അയ്യപ്പനെ രക്ഷിക്കാൻ കഴിയാതെ പോയ ആ നാളുകളിൽ സന്നിധാനത്തെ അവിശ്വാസത്തിൻ്റെയും കൊള്ളയുടെയും മാസ്റ്റർ ബ്രെയിനിലേക്ക് അന്വേഷണം എത്തുന്നതിനായി.